ബഹുമാനപ്പെട്ട MLA ശ്രീ ചാണ്ടി ഉമ്മൻ അവർ ഈ തയ്യൽ മെഷീൻ്റെ വിതരണം ഉദ്ഘാടനം ചെയ്തു. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കവലയിൽ ബെസ്റ്റ് ബേക്കറിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. ഇവിടെ റോട്ടറി ക്ലബ്ബ് ഒരു സൗജന്യ തയ്യൽ പരിശീലനം കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്തതാണ്. ഇന്ന് അതിൻ്റെ സമാപനമാണ്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മനൊക്കെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. തയ്യൽ പരിശീലന ക്ലാസിൻ്റെ ആദ്യ ബാച്ചിൻ്റെ പൂർത്തീകരണവും അതുപോലെ തയ്യൽ മെഷീൻ വിതരണവും ഇപ്പോൾ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA ശ്രീ ചാണ്ടി ഉമ്മൻ അവർ ഈ തയ്യൽ മെഷീൻ്റെ വിതരണം ഉദ്ഘാടനം ചെയ്തു. അതിന്റെ സ്കീം എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക. ഏറ്റവും മെറിറ്റോറിയസും അതിലുള്ള 5 പേർക്ക് ബാക്കിയുള്ളവരെ എനിക്ക് തുടരുക. അടുത്ത ബാച്ച് തുടങ്ങും. അതിന്റെ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. മനസ്സുകളാവട്ടെ മതമേതെങ്കിലുമാവട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം നാം വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളോട് കൈകളിണങ്ങിടട്ടെ. മനസ്സ് നന്നാവട്ടെ, മനസ്സ് നന്നാവട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ ക്രിസ്തുമായ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ പുതുപ്പള്ളി റോട്ടറി ക്ലബ്ബിന്റെ പ്രസിഡന്റ് ശ്രീ PM സാറ്, ഇന്നത്തെ നമ്മുടെ ഈ തയ്യൽ മെഷീൻ വിതരണം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യായ പുതുപ്പള്ളിയുടെ പഞ്ചായത്ത് ശ്രീ MLA ശ്രീ ചാണ്ടി ഉമ്മൻ അവർ, വാർഡ് മെമ്പർ ജോബി, നമ്മുടെ റോട്ടറിയുടെ ചാർട്ടർ പ്രസിഡന്റ് ശ്രീ സജി, റോട്ടറിയിലെ വിവിധ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ടീച്ചർ അടക്കമുള്ള ഈ തയ്യലിന്റെ പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തവരെ, കഴിഞ്ഞ ഒരു മാസമായി ഇവിടെ സൗജന്യ തയ്യൽ പരിശീലന ക്ലാസ് നടന്നു വരികയാണ്. റോട്ടറി ക്ലബിന്റെ ഈ വർഷത്തെ ഉയിരെ എന്ന ഒരു ഡിസ്ട്രിക്ട് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ. ആദ്യമായി നമ്മൾ പേപ്പർ ക്യാരി ബാഗ് ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ടായി. ധാരാളം പേർക്ക് അതുപോലെ ട്രെയിനിങ് കൊടുത്ത് അവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ബെസ്റ്റ് ബേക്കറിയുമാണ് സഹകരിച്ചുകൊണ്ട് കുറേയേറെ പേർക്ക് അവിടെ ട്രെയിനിങ് കൊടുത്തു, അവരെ ജോലിക്ക് പ്രാപ്തരാക്കി. അതോടൊപ്പം നമ്മൾ നടത്തിയ പരിപാടിയാണ് ഈ തയ്യൽ മെഷീൻ വിതരണം പരിശീലന പരിപാടി. അതോടൊപ്പം അർഹരായവർക്ക് തയ്യൽ മെഷീനുകൾ സൗജന്യമായി നൽകുകയുമാണ്. ഇത് നമുക്കറിയാം, നമ്മൾ പലരെ സഹായിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിൽ ബുദ്ധിമുട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. അവരെ പണം കൊടുത്തും അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തും അവരെ സഹായിക്കുക എന്നുള്ളത് ഒരു പരിധി വരെ മാത്രമേ പറ്റുകയുള്ളൂ. എന്നാൽ ഇത്തരം അവരെ ഒരു സംരംഭകരാക്കുക, അവരെ ഒരു ജോലിയിൽ പ്രാപ്തരാക്കുക, അവർക്കൊരു ജീവിത മാർഗം ഉണ്ടാകത്തക്ക രീതിയിലുള്ള പരിപാടികളാണ് ഈ ഉയിരെ എന്ന പദ്ധതി കൊണ്ട് വിഭാവനം ചെയ്തത്.
അത് വളരെ മനോഹരമായിട്ട് നമുക്കിവിടെ ചെയ്യുവാൻ സാധിച്ചു. ഈ പ്രോജക്റ്റ് അടുത്ത വർഷവും കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ ഈ സ്ഥലം തൽക്കാലം ഒഴിവാക്കുകയാണ്. കാരണം ഇവിടെ വേറൊരു പ്രോഗ്രാം വരുന്നതോടുകൂടി മാറുകയാണ്. വേറൊരു മുറിയിലേക്ക് നമ്മൾ ഈ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്യും. അടുത്ത വർഷവും ഇതുപോലെ തന്നെ കാരണം നമ്മൾ ഈ ഒരു പരിപാടിയുമായിട്ട് ഇറങ്ങി തിരിച്ചപ്പോഴാണ് ധാരാളം ആൾക്കാർ ഇത്തരം ആവശ്യങ്ങളുമായിട്ട് വരികയാണ്. ഇത് തുടരണം എന്ന് എല്ലാവരുടെയും ആവശ്യപ്രകാരമാണ് നമ്മൾ വീണ്ടും ഈ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അടുത്ത വർഷവും ഇത് നടക്കും. എന്തായാലും ഇത് വളരെ ഭംഗിയായി നടത്താൻ സാധിച്ചതിനുള്ള സന്തോഷമുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട കുര്യപ്പൂർ സാറാണ് ഈ ഒരു പരിപാടികൾക്കെല്ലാം മുൻകൈയെടുത്ത് സാറിനെ സന്തോഷപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ ചാണ്ടിയുള്ളൻ നമ്മുടെ റോട്ടറിയുടെ ഒരു റോട്ടറി ക്ലബിന്റെ ഓണററി മെമ്പർ കൂടിയാണ്. നമ്മുടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട MLA ശ്രീ ചാണ്ടിയുള്ളൻ അവരുടെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വാർഡിന്റെ മെമ്പർ പ്രിയപ്പെട്ട ശ്രീ ജോബി എത്തിയിട്ടുണ്ട്. ജോബി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. റോട്ടറി ക്ലബിന്റെ ചാർട്ടർ പ്രസിഡന്റ് ശ്രീ സജീവ് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റോട്ടറിയുടെ സുഹൃത്തുക്കളായ മറ്റ് മെമ്പർമാര്, അതുപോലെ ഈ ടീച്ചറ് അടക്കമുള്ള ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും, എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരെയും, വ്യാപാര സുഹൃത്തുക്കളെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അടുത്തായിട്ട് സംസാരിക്കാൻ നമ്മുടെ അധ്യക്ഷൻ ശ്രീ കുര്യപ്പൂർ സാർ. ആരാധ്യനായ നമ്മുടെ MLA ശ്രീ ചാണ്ടിയുള്ളൻ, പഞ്ചായത്തിൻ്റെ ഭാരവാഹികളെ, റോട്ടറി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇവിടെ ഈ നൈപുണ്യ വികസന പരിപാടിക്കായി ഇവിടെ വന്നുചേർന്ന എല്ലാ അംഗങ്ങളും, ഈ വർഷത്തെ റോട്ടറി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമായിരുന്നു നൈപുണ്യ വികസന പദ്ധതി. അങ്ങനെ നമ്മളൊരു ചൈനീസ് പഴഞ്ചൊല്ലുണ്ട്, ഒരാൾക്ക് മീൻ കൊടുത്താൽ അവർ ഒരു പ്രാവശ്യം വയറ് പറയും. അയാളെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചാൽ അത് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ കഴിയുമെന്നൊരു ചൊല്ലുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു നൈപുണ്യ വികസന പദ്ധതി. അങ്ങനെ പലതും ഞങ്ങൾ ചെയ്തു. നമ്മുടെ ജിനുക്കെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പേപ്പർ വികസനം, അതുപോലെ ബേക്കറി ആൻഡ് കൺഫെക്ഷനറി അങ്ങനെ പല ട്രെയിനിങ് ക്ലാസ്സുകളും നടത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു തയ്യൽ പരിശീലനം. ഇതിൽ ഞങ്ങൾ 5 തയ്യൽ മെഷീനുകൾ മേടിച്ചു. ഏകദേശം 15 പേർക്ക് ട്രെയിനിങ് കൊടുക്കുക. അതിലേറ്റവും നന്നായി, ഏറ്റവും മെറിറ്റോറിയസ് ആയിട്ടും ഏറ്റവും അർഹതപ്പെട്ടവരായ 5 പേർക്ക് ഇപ്രാവശ്യം ഞങ്ങൾ തയ്യൽ മെഷീൻ സൗജന്യമായിട്ട് കൊടുക്കും. ഇത് തുടരും. ഈ അടുത്ത സ്ഥിതി വരുന്നത് ഇവർ തന്നെ ഉള്ള അടുത്ത 5 പേർക്ക് ഇവർ വരെ ആയിട്ട് കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് തുറന്നുകൊണ്ട് പോവുകയും ചെയ്യും. ഇവിടെ വന്നു ചേർന്ന എല്ലാവരോടും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. അടുത്തായി സംസാരിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട MLA, അതുപോലെ ഈ തയ്യൽ മെഷീന്റെ വിതരണ ഉദ്ഘാടനം കൂടി അദ്ദേഹം ഇപ്പോൾ നിർവഹിക്കും. പ്രിയപ്പെട്ട യുവത്തിന്റെ ഇലക്ഷൻ സെക്രട്ടറി സർക്കാർ, പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ ജോബിയോട്, ശ്രീ ശ്രീ സജീവിയോട്, പ്രിയപ്പെട്ട സഹോദരിമാരെ, വളരെ സന്തോഷമുണ്ട്. ഇന്ന് റോട്ടറിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ തയ്യൽ മെഷീൻ വിതരണത്തിൽ വന്ന് പങ്കെടുക്കുവാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നുള്ളത് ഇന്നൊരു അനിവാര്യതയായി മാറിയിരിക്കുക. ഇന്ന് നമ്മൾ തൊഴിൽ ഉണ്ടാക്കുന്നവരായി മാറണം. തൊഴിൽ നേടുന്നവർ മാത്രമല്ല, തൊഴിൽ കൊടുക്കുന്നവരായി മാറണം. പക്ഷെ അതിന് നമുക്ക് എക്സ്പെർട്ടീസും അതിന് നമുക്ക് കഴിവും ഉണ്ടാവണം. റോട്ടറി ഒരു സ്ഥാപനമാണ്. കഴിഞ്ഞ നാളുകളിൽ ഇതേപോലെ ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അവരെ പരിശീലിപ്പിച്ചുകൊണ്ട്, അവരെ കൂടുതൽ എംപവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്ന വലിയൊരു പ്രസ്ഥാനമാണ്. ലോകം മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന റോട്ടറി ഏറ്റവും മികച്ച പരിപാടിയുമായിട്ട് ഇന്ന് നമ്മുടെ പുതുപ്പള്ളിയിലും കഴിഞ്ഞ വർഷങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സൂചിപ്പിച്ചപോലെ മേക്കിംഗ് ആൻഡ് കൺഫെക്ഷനറിയിൽ അവർ ട്രെയിനിങ് കൊടുത്തു. ടെസ്റ്റുമായി ചേർന്നുകൊണ്ട് ഇന്നിവിടെ തയ്യൽ ട്രെയിനിങ് കൊടുക്കുന്നു, ഒപ്പം തയ്യൽ മെഷീൻ കൊടുക്കുന്നു. ഈ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ റോട്ടറിക്ക് സാധിക്കട്ടെ. എല്ലാവിധമായ ആശംസകളും റോട്ടറിക്ക് നേരുകയാണ്. തൊഴിൽ ദാതാക്കളായി മാറ്റുവാൻ ഇവരെ സഹായിക്കട്ടെ. ഗാന്ധി പറഞ്ഞ പോലെ മീൻ പിടിക്കുവാൻ പഠിക്കുക, മീൻ കൊടുക്കുക, മീൻ പിടിക്കാൻ പഠിക്കുക എന്നുള്ളത് അതൊരു അനിവാര്യതയാണ്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ
നമ്മുടെ നാട് മാറാൻ പോകുന്നു, മാറുന്നു. അങ്ങനെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന റോട്ടറിയും സാറിനെയും അതുപോലെ നിലവൊക്കെ മോളിനെയൊക്കെ ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. റോട്ടറിയുടെ എല്ലാ ഭാരവാഹികളെയും അഭിനന്ദിക്കുന്നു. എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നിങ്ങളെല്ലാ അനുമതിയോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ആശംസയോടെ അറിയിച്ചതിന് ശേഷം ഇതാണ് അല്ലെങ്കിൽ MLA ആയി പോകുന്ന ഏറ്റവും നമ്മുടെ MLA അതുപോലെ തന്നെ റോട്ടറിയുടെ പ്രസിഡന്റ് സാറെ ഇറ്റിച്ചാനെ ബിജു പോലെ പ്രേമചേട്ടനെ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ തൊഴിൽ പരിശീലനം, അതായത് തൊഴിൽ പുതിയതായിട്ട് നമുക്ക് തൊഴിൽ പരിശീലിപ്പിക്കുകയും അത് കഴിഞ്ഞ് ആ മിഷനോടുകൂടി തൊഴിലിൻ്റെ തയ്യൽ മിഷൻ കൊടുത്ത് അവരെ പൂർണ്ണമായി ആ കുടുംബത്തിൻ്റെ ഒരു ഊർജ്ജമിന്റെ മാർഗമായി മാറ്റാൻ റോട്ടറി ക്ലബിന് സാധിച്ച് അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി. നമസ്കാരം. തയ്യൽ മെഷീൻ വിതരണം ഉദ്ഘാടനം ചെയ്യാം. ഈ നമ്മൾ ഈ പരിശീലനത്തിന് വന്ന ഇത്രയും ആളുകളിൽ നിന്ന് ഇതിന്റെ കൃത്യമായ അർഹതയുള്ളവരെ കണ്ടെത്തുന്നത് ടീച്ചർ തന്നെയാണ്. ഞങ്ങൾ ആരും ഈ ഒരു കാര്യങ്ങൾ ഇടപെട്ടിട്ടില്ല. ഏറ്റവും അർഹരായവർ നമുക്കറിയാം, നമ്മൾ ഈ മുൻഗണന കൊടുക്കേണ്ട വിഭാഗമുള്ള അങ്ങനെ ആൾക്കാരെല്ലാം അങ്ങനെ നോക്കി ടീച്ചർ ചെയ്ത ടീച്ചറെ തന്നെ അന്വേഷിക്കുന്നു. സോണി, ആര്യ, അടുത്ത സുനിത, എന്തായാലും നമ്മൾ ഈ പദ്ധതി വീണ്ടും തുടരുന്നതാണ്. അപ്പം ഈ ഇനിയും ഉള്ളവർക്കെല്ലാം പരിപാടികളിൽ പങ്കെടുത്ത് തുടരാവുന്നതാണ്. അതിന്റെ കാര്യങ്ങളെ അറിയിക്കും. ഒരു ആശംസ അറിയിക്കുന്നതിനും ഇതിന്റെ അനുഭവങ്ങൾ പറയുന്നതിനുമായിട്ട് തീരുമാനിച്ചു. എല്ലാവരും പറയുന്നത് ഞാൻ എന്നെ ഇതിനൊരു ഭാഗമാക്കാൻ തന്ന അവസരത്തെ ഓർത്ത് പ്രത്യേകിച്ച് ജില്ലാ മാഡത്തിനും സാറിന് ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ ഞാൻ ഉദ്ദേശിച്ചതിൽ നന്നായിട്ട് അവര് ചെയ്യാനും ഒക്കെ ആയിട്ട് അവരെ പരിശീലിപ്പിക്കാനൊക്കെ പറ്റിയ അവസരങ്ങള് എനിക്കും അതൊരു ശരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കും പഠിക്കാനുള്ള ഒരു അവസരങ്ങളായിരുന്നു അത്. പിള്ളേരൊക്കെ നന്നായിട്ട് ചെയ്തു. എല്ലാവർക്കും നന്ദി. കത്തോളം ദൈവം എത്തിച്ചു. ഓരോ കുഞ്ഞുങ്ങളെ ദൈവം ഇനി അനുഗ്രഹിക്കട്ടെ. അവരിതിലൂടെ അവരുടെ ജീവിതമാർഗങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇതൊരു കൈത്തൊഴിലായിട്ട് അത് കൈമുതലായിട്ട് അവരെ ഏൽപ്പിക്കാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചതിന് നന്ദി. ഈ കുട്ടികളുടെ ഒരു സ്നേഹ സമ്മാനം സ്വീകരിക്കാനായിട്ട് ടീച്ചറിനെ ക്ഷണിക്കുന്നു.
നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു മറുപടി പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസരമുണ്ട്. റോട്ടറി ക്ലബ് പഞ്ചായത്തിലെ മെമ്പർമാര്, പ്രസിഡന്റ് ചാണ്ടുവൻ സാറ്, ഞങ്ങൾ വളരെ ആഗ്രഹിച്ചു വന്നവരാണ്. കാരണം ഇതിനകത്ത് ആർക്കും ടൈം പാസ് എന്ന് പറഞ്ഞു വന്നവരില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ടുമുണ്ട്. പഠിച്ചിടത്തോളം നല്ല വൃത്തിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞു തന്നിട്ട് പോകും. എന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്ത് സഹായിച്ചും എല്ലാം നല്ല വ്യക്തമായിട്ടും കൃത്യമായിട്ടും എല്ലാവരും പഠിച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ ഇതിനകത്ത് തന്നെ പലരും ഇട്ടേക്കുന്നത് അവരവർ തന്നെ തയ്ച്ച ചുരിദാറും നെയ്റ്റിയും ഒക്കെ തന്നെ നെയ്റ്റിയൊക്കെ തയ്ച്ച ചുരിദാർ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ജീവിതമാർഗം ഉണ്ടാക്കി തന്ന റോട്ടറി ക്ലബ് അംഗങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു, ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ ജീന ടീച്ചർ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ തിരക്കി വരുമ്പോൾ ഞങ്ങൾ ഇവിടെ തയ്ച്ചു കിട്ടിയ സാധനങ്ങൾ കാണും. ടീച്ചറുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ ഞങ്ങൾക്ക് അതിന് സന്തോഷമാണ്. കാരണം ഞങ്ങൾക്കൊരു തൊഴിൽ പഠിക്കാൻ പറ്റി എന്നതിലുപരിയായിട്ട് നിങ്ങൾക്ക് ഒരു മനസ്സുണ്ടായതുകൊണ്ടാണല്ലോ ഞങ്ങൾക്കൊരു തൊഴിൽ പഠിക്കാൻ പറ്റിയത്. ഇനിയും ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യാനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ്. ഔദ്യോഗികമായിട്ട് നന്ദി പറയുന്നതിനായി പ്രിയപ്പെട്ട ഗീതാ ടീച്ചറെ ക്ഷണിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അത്ര നന്നായിട്ട് പഠിച്ചത്. ടീച്ചറിന് പോകുമ്പോൾ ടെൻഷൻ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നത് 1 മണിക്കൂറല്ലേ ഉള്ളൂ. ടീച്ചറിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടാണല്ലോ നമുക്ക് ചെയ്തു തരുന്നത്. അപ്പം പോകുമ്പോൾ നമുക്കറിയാം ടീച്ചർ ഇട്ടേച്ച് പോകുന്നതിന്റെ ഒരു വിഷമം ടീച്ചറിന്റെ മുഖത്തുണ്ട്. എന്നാലും ബാക്കിയുള്ളവരത് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിപ്പിച്ച് മറ്റുള്ളവർ കൊടുത്തിട്ടുണ്ട്. ടീച്ചറിന് ഒരു വലിയ നന്ദി പറയും. നിങ്ങൾക്ക് ഈ ലഭിച്ച അനുഗ്രഹം നിങ്ങൾ മറ്റുള്ളവർക്കും ഇതുപോലെ തന്നെ കൊടുക്കണം. പഠിപ്പിക്കാൻ പറ്റുന്നവരെ പഠിപ്പിക്കുകയും മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും നിങ്ങൾ ചെയ്യണം. നമ്മളെ സംബന്ധിച്ച് വലിയ മാനസിക സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഇത്രയും പേർക്ക് നമുക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റിയല്ലോ, ഇത്രയും പേർക്ക് ഉപകാരമായല്ലോ എന്നുള്ളത് നമ്മളെ പൊതുവെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ്. പ്രത്യേക നന്ദി. ഔദ്യോഗികമായിട്ട് നന്ദി പറയുവാൻ പ്രിയപ്പെട്ട ദിനേശ്. റോട്ടറി ക്ലബ്ബ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, പുൽപ്പള്ളിയിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വലിയ സർവീസ് സംഘടനയാണ് റോട്ടറി ക്ലബ്ബ്. പക്ഷെ ഈ ഒരു പ്രവർത്തനം ചെയ്തത് ഇത് ഒരുപാട് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാവുന്ന ഒരു പ്രവർത്തനമായിപ്പോയി. കാരണം ഇവിടെ മിക്ക ദിവസങ്ങളിലും വരുമ്പോൾ ഈ കുട്ടികളുടെ ഇംപ്രൂവ്മെന്റ് ഞാൻ ഓരോ ദിവസങ്ങളിലും പഠിക്കുമായിരുന്നു. കാരണം ആദ്യം വന്നയാണ് ഈ മെഷീനെ ഊരി ഇട്ടിട്ട് മെഷീൻ ചവിട്ടാൻ പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവരുടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സ്വന്തമായിട്ട് ഡ്രസ്സ് തയ്ച്ചിടാനുള്ള ഒരു രീതിയിലേക്ക് ഇവർ വളർന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളെ കൊണ്ട് സാധിച്ചു. കൃത്യമായിട്ട് വരാനുള്ള അറ്റൻഡൻസ് എല്ലാം കൃത്യമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. കൃത്യമായിട്ട് വന്ന് ടീച്ചർ ഇതുപോലൊരു ടീച്ചറിനെ കിട്ടിയത് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമുക്കറിയാം 6 മാസം തയ്യൽ പഠിച്ചാലും ഒന്നും പഠിക്കാത്ത അവസ്ഥയിലാണ് തയ്യൽ ക്ലാസ്സുകൾ നടക്കുന്നത്. പക്ഷെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ കൃത്യതയോടെ ട്രെയിൻ ചെയ്തിട്ടും ഭാഗ്യം ചെയ്തൊരു ബാച്ച് തന്നെയാണിത്. അതുകൊണ്ട് വളരെ സന്തോഷം. ഈ ഒരു ചടങ്ങിൽ നമുക്ക് വളരെ തിരക്കിനിടയിൽ പങ്കെടുത്ത നമ്മുടെ MLA-യോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മെമ്പേഴ്സ് എല്ലാം ഇവിടെ എത്തിയിരുന്നു. അവർക്ക് കമ്മിറ്റി നടക്കുന്ന ഒരു തിരക്കുള്ളവർക്ക് പോയതാണ്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ ഒരു പ്രോജക്റ്റിന് ശരിക്കും പറഞ്ഞാൽ പ്രസിഡന്റ് ഇങ്ങനെ എന്റെ ഒരു ഡ്രീമായിരുന്നു ഈ പ്രോജക്റ്റ്. അപ്പോ നമുക്ക് ഈ ഒരു സമയത്ത് ലാസ്റ്റ് സമയമൊക്കെ ആയപ്പോഴത്തേക്കിന് ഫണ്ടൊക്കെ നമുക്ക് പ്രശ്നമുണ്ടെങ്കിലും എന്റെ കൂടെ നിന്ന് അത് ചെയ്തു തന്ന എന്റെ ഹസ്ബൻഡ് പോലും പ്രസിഡന്റ് എന്നുള്ള ഇത് വെച്ചിട്ട് നന്ദി പറയുന്നു. അതുപോലെ റോട്ടറി ക്ലബിലെ മെമ്പേഴ്സ് ആരെന്ത് ചെയ്താലും ഒരു വെളിപ്പുറത്ത് എത്തുന്നവരാണ് നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും. അപ്പൊ എല്ലാവരുടെയും കൂടി ഒരു സഹകരണം കൊണ്ടാണ് ഇത് നടന്നത്. അതുപോലെ തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടെ, ഈ റൂമിന്റെ ഈ ഒരു വെന്യൂ നിങ്ങൾക്ക് കിട്ടിയതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സക്സസ്. അതിന് ഏറ്റവും സഹായിച്ചത് പ്രേമനും ജിനുമാണ്. കാരണം ഈ ഒരു റൂം നമുക്ക് തന്ന്, അതും ഇത്രയും വലിയ റൂം നമുക്ക് റെന്റ് ഇല്ലാതെ തന്ന് നമുക്കതിന് സഹായിച്ച് ഈ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടുപോയതിന് ഞാൻ കണ്ടിട്ടില്ലെന്ന് പോലും അജീഷ്
അധ്യക്ഷനോടുള്ള നന്ദി ഇതിനകത്ത് രേഖപ്പെടുത്തുന്നു. എല്ലാ മെമ്പേഴ്സിനോട് നന്ദി പറഞ്ഞു. ടീച്ചറിന് എത്ര നന്ദി പറഞ്ഞു. ഞങ്ങൾക്ക് വളരെ കാലത്തെ പരിചയമുണ്ട്. എന്റെ ഒരു ഫോൺ കോളിന്റെ ബേസിസിലാണ് ടീച്ചറിനെ കിട്ടിയത്. അതിന് വളരെയധികം നന്ദിയുണ്ട്. ഇത് പങ്കെടുക്കണമെന്ന് എല്ലാ കുട്ടികളും ഞങ്ങളുടെ ഞാനൊരു വാക്ക് പറഞ്ഞു വിടുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് അറിയിച്ചിട്ടുണ്ട്. ഈ 15 പേരും മെഷീൻ എലിജിബിൾ ആണ് എനിക്കറിയാം. പക്ഷെ ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് സാധിക്കാനുകൊണ്ടാണ് 5 പേരിനെ രോഗികൾ. പിന്നീട് ഈ അടുത്ത ബാച്ചുകളിലും നിങ്ങൾ ട്രെയിനിങ്ങിന് ഉണ്ടാവണം. എപ്പോഴൊക്കെ പറ്റുമോ അപ്പോഴൊക്കെ നമ്മളത് കൊടുത്തുകൊണ്ടേയിരിക്കും. ഓക്കെ, താങ്ക് യു. നമ്മുടെ പിള്ളേരെ എനിക്ക് വിട്ടുപോകുന്ന സങ്കടമുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നിങ്ങളുടെ കൂടെ ഉള്ള അത്രയും സമയം. എനിക്ക് പോകണമെന്നില്ലായിരുന്നു. പിന്നെ എന്റെ കടയിൽ ഓർക്കുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ ആ സമയത്ത് അങ്ങ് പോകുന്നതേ ഉള്ളായിരുന്നു. എല്ലാവർക്കും നന്ദി. കേട്ടോളെ ഇനി നമുക്ക് കാണാം, ഇരിക്കണം. നിങ്ങളെ ടീച്ചർക്ക് ഞങ്ങളുടെ ഗവൺമെന്റ് വക ആ ആ ആ